ഹലോ വെൽക്കം ബാക്ക് ടു 9071 ആർട്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ കവറിലൊരു പെയിൻറ്റിംഗ് ആണ്. സോ നമുക്കത് കട്ട് ചെയ്യാം. ഒരു ബ്രൗൺ പേപ്പർ കിട്ടാൻ നമ്മൾ മാക്സിമം ഒരു 20 രൂപയെങ്കിലും കൊടുക്കണം. ഇനി നമുക്ക് പേപ്പർ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചെടുക്കാം. ആൻഡ് ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ മാർക്കപ്പ് പെൻ കൊണ്ട് നീരാളിനെ റൗണ്ട് ചെയ്ത് സെൻട്രൽ ലൈൻ ഇട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് ഔട്ടർ ലൈൻസ് ഇടാം. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, റെഫറൻസ് മസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് തന്നെ പോകാം. നമ്മളിപ്പോൾ ഇനി പെയിൻറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് റെഡ്, യെല്ലോ, ബ്രൗൺ, ഓറഞ്ച്, ബ്ലാക്ക് നല്ല എടുത്തിട്ടുണ്ട്. സോ ബേസിക് കളറായിട്ടുള്ള റെഡ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും അനുസരിച്ച് ബാക്കിയുള്ള കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവവും രീതികളൊക്കെ കറക്റ്റ് കിട്ടി തുടങ്ങും. എപ്പോഴും ഒരു കാര്യത്തിന് അതിൻ്റെ ഔട്ട്ലുക്ക് നന്നായിരിക്കാൻ വേണ്ടത് അതിൻ്റെ ബേസിക്സ് നന്നായിരിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ബോഡി കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ വരച്ചെടുത്തത്. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ പെയിൻറ്റും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് പോയത്. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള പേപ്പർ വേണം. അതിന് നമ്മളൊരു ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്ങോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. നമുക്കതൊരു പ്രോഡക്റ്റായിട്ട് നമ്മൾ സെല്ല് ചെയ്യാനോ മറ്റുള്ള കാര്യത്തിനല്ല. അപ്പോൾ നമ്മൾ ഇത്രയധികം പൈസ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. ആയതുകൊണ്ട് എനിക്ക് പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടിയൊരു കവറാണ്. നമ്മളത് കട്ട് ചെയ്ത് അപ്പോൾ വളരെയധികം ബഡ്ജറ്റൊന്നും ഇല്ലാതെ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹൈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഒക്ടോബസ് അല്ല, ജസ്റ്റ് നമുക്കൊരു കാര്യം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും, നമ്മളൊരു ആർട്ട് വർക്കാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ റെഫറൻസ് പക്കാ ഫോളോ ചെയ്യാം. പക്ഷെ എന്നാലും നമ്മുടേതായ ഒരു കുറച്ച് എലമെൻറ്റ്സ് നമ്മളിതിൽ ഇടണം. അതായത് നമ്മളൊരു ആർട്ടിസ്റ്റാണ്, നമ്മൾ കണ്ട കാര്യം തന്നെ റീക്രിയേറ്റ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ നമ്മുടേതായ ഒരു ടച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പെയിൻറ്റൊക്കെ വലിച്ച് വാരി എറിഞ്ഞ് അതിൻ്റെ കുറച്ച് കണ്ടതിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് അതിൻ്റെ അനാട്ടമി ഒന്ന് സ്ട്രക്ചർ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ വരയ്ക്കാം. അത് നമ്മൾ കുറച്ചും കൂടിയും അതിനെ സ്റ്റഡി ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഈസിയറായിട്ട് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ പറ്റുന്നവർ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.